പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉപകർത്താവെ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വിശുദ്ധ മർത്തായിയുടെ തിരുനാളാണ്. പത്രോസ്ലീഹ വിളിച്ചു പറയുന്ന അതേ വിശ്വാസ പ്രഖ്യാപനം അതിലും തീക്ഷ്ണതയോടുകൂടെ വിളിച്ചു പറയുന്നൊരു വിശുദ്ധ. ശരിക്കും അതിനുശേഷം പത്രോസ്ലീഹയ്ക്ക് തെറ്റുപറ്റിയിട്ടും പിന്നെ ആദ്യത്തെ സഭാതലവനായി സ്വർഗനരകങ്ങളുടെ താക്കോലുകൾ കൊടുക്കുന്ന വിധത്തിലൊക്കെ കർത്താവ് ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ്, നീ നല്ല ഭാഗമല്ല തിരഞ്ഞെടുത്തിരിക്കണമെന്ന് കർത്താവ് പറയുമ്പോഴും ഇതൊക്കെ വിളിച്ചു പറയാനും മാത്രമുള്ള വിശ്വാസം ഈ വിശുദ്ധയുടെ ഉള്ളിലുണ്ടായിരുന്നു. നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഇങ്ങനെ ഒരൊറ്റൊരാൾ മതി നമ്മുടെ കുടുംബത്തിലെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ഇങ്ങനെ അടിമുടി മാറ്റിമറിക്കാൻ എങ്ങനെ ഒരൊറ്റൊരാൾ മതി. ലാസർ ഉയർത്തെഴുന്നേറ്റതിൻ്റെ കാരണം മർത്തായാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല അതിനകത്ത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്നുള്ള ചങ്കു തറയ്ക്കുന്ന ഒരേറ്റുപറച്ചില് നീ ഇല്ലാതെ പോയി ഞങ്ങളുടെ കുടുംബത്തിൽ. ഓൾറെഡി കർത്താവിന് ഇഷ്ടമാണ് ലാസറിനെ. ഇതുപോലുള്ള ഏറ്റുപറച്ചിലും സങ്കടപ്പെടലും അത് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കർത്താവിന് പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യലാണ് മർത്ത എന്നുള്ളത്. മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും വ്യഗ്രചിത്തയുമാണെന്നൊക്കെ പറയുമ്പോഴും കർത്താവ് അവളെ കുറ്റപ്പെടുത്തുന്നതായിട്ടല്ല തോന്നണേ. ഈ വ്യഗ്രത മുഴുവൻ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കർത്താവിനറിയാം. ഉത്കണ്ഠാകുലയാകുന്നത് മുഴുവൻ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ളൊരു അതിഥി വന്ന് കയറുമ്പോൾ എങ്ങനെ സൽക്കരിക്കണം എന്നതിനെ കുറിച്ചാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് സഭ ഇന്ന് വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി മർത്ത എന്ന് പറയുന്ന വിശുദ്ധയെ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ ഓടി നടന്ന പ്രവർത്തനങ്ങളുടെ മാത്രം കാര്യമല്ല, ഉള്ളു നിറച്ച് ഈ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന്. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ നീയാണെന്ന് ഒക്കെയുള്ള ആഴമായ വിശ്വാസം. പറഞ്ഞില്ല, ഇങ്ങനെ ഒരൊറ്റൊരാൾ മതി നമ്മുടെ കുടുംബത്തിൽ. ഇങ്ങനെ മരിച്ചവരെ കണക്കിരിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്നുകൊണ്ടുള്ള ഇങ്ങനെ നിലവിളികൾ വെറുതെ ആവുമെന്നാണ് കരുതണേ. ആ ഒരു ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യജമാനനെ ഒരു വർഷം കൂടെ ഇവിടെ നിന്നോട്ടെ, വെട്ടിക്കളയാനായിട്ട് യജമാനൻ നിശ്ചയിച്ചുറപ്പിച്ച ഒരു വൃക്ഷത്തിന് ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അതേ കൃഷിക്കാരൻ്റെ, തോട്ടക്കാരൻ്റെ ഓർമ്മയാണ് വിശുദ്ധ മർത്ത നമുക്ക് തരണേ. ലാസർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ അതിനുള്ള കാരണം ഈ പെങ്ങളുടെ ആഴത്തിലുള്ള വിശ്വാസമാണ്, ഉള്ളുലഞ്ഞ ഏറ്റുപറച്ചിലാണ്. മർത്തയെക്കുറിച്ച് ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് പ്രായമായ ഒരു സ്ത്രീ എന്നുള്ള ഒരു ചിന്തയൊക്കെ മാറ്റിവെച്ചേക്ക്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും സുന്ദരിയായിട്ടുള്ള, ഉള്ളു നിറച്ചിങ്ങനെ വിശ്വാസം കൊണ്ട് ജ്വലിച്ചിരുന്ന, ഏറ്റവും ഇങ്ങനെ ആഢ്യത്വം നിറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന സ്ത്രീകളിൽ ഒരാൾ. അത് അവളുടെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ ലോകത്തോടുള്ള വിളിച്ചു പറയലാണേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളാനായിട്ട് ഒരാൾ കർത്താവിൻ്റെ മുൻപിൽ അവൻ്റെ കണ്ണോട് കണ്ണ് നോക്കി, കർത്താവെ നീ സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിളിച്ചു പറയാനും മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ആഴം. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ജീവൻ കൊണ്ട് നിറഞ്ഞാനേ എന്നുള്ള ഉറപ്പോടുകൂടെ തൻ്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള ബലമുള്ള ഒരാൾ. വിശുദ്ധിയും വിജ്ഞാനവും സമ്മേളിക്കുന്ന ഒരു വിശുദ്ധ. അത് കണക്കൊരാൾ എൻ്റെ കുടുംബത്തിൽ ഞാനായി മാറിക്കൂടെ?
മരിച്ചവരെ കണക്ക് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ നിലവിളിയും പ്രാർത്ഥനകളുമായിട്ട് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളുമായിട്ട് അവൻ്റെ തിരുസന്നിധാനത്തിൽ നിൽക്കാനായി കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എന്നെയായിക്കൂടെ? പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട്. മർത്തയെ കണക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ, മർത്തായെ കണക്ക് കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് പറ്റിപ്പോയ കുറവുകൾ ഏറ്റുപറയാൻ, മർത്തായെ കണക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിലവിളി തമ്പുരാൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീയാണ് ദൈവമെന്ന് ഉള്ളിലിങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും എടുത്തു മാറ്റുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ ആവട്ടെ ഇന്ന് നമുക്ക് കിടക്കകളിലേക്ക് മടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.